നമ്മുടെ ഓഡിയൻസിന്റെ അല്ലേ? കഷ്ടമായി പോയി, നമുക്കൊരു അവസരം പോയില്ലേ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ചോദ്യം തരണ്ടേ? അപ്പൊ നമ്മുടെ നെഹ്റു ട്രോഫി അല്ലേ ഇപ്പൊ ചോദിച്ചത്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കാം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ട്രോഫി കണ്ടിട്ടുണ്ടോ? ട്രോഫി എന്തിന്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതാ അവിടെ ഓൾറെഡി ഒരു വാർഡ് പോയി, നിങ്ങളുടെ യോഗാത്തി വാർഡ് പോയി, യോഗമില്ലാത്ത വാർഡിലാണ് നിൽക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിന്റെ രൂപമാണ്. ചുണ്ടൻ വള്ളത്തിന്റെ രൂപത്തിലാണോ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള ട്രോഫി ആണ്? ഉറപ്പല്ലേ? ഞാൻ ഇങ്ങോട്ട് പോര്. വരണം. പേരെന്താണ് സാറിന്? ബാലകൃഷ്ണനാണ്. അപ്പോ സാർ 10 സെക്കൻഡ് സമയം കൊണ്ട് എടുക്കാവുന്നത്രയും പച്ച റിബണിന്റെ സാധനങ്ങൾ എടുത്ത് ഇങ്ങോട്ട് വരാം. ഓക്കെ? അപ്പോ ഞാൻ മൈക്ക് എടുക്കാം. ഓടൂ, വാരു. കണ്ണിപ്പഴ അവിടെയാ. ഓടൂ, വാരു, നേടൂ. ഗോ ഗോ ഗോ. കുനിഞ്ഞു വയ്ക്കാം, കുനിഞ്ഞു വയ്ക്കാം. 7 6 പച്ച റിബൺ 5 4 3 കഴിഞ്ഞു. ബുദ്ധിമാൻ, ബുദ്ധിമാൻ. വില കൂടിയ 2 ഐറ്റം ഇവിടെ നോക്കി വെച്ച് അവിടെ ചെന്ന് അത് മാത്രം എടുത്തോണ്ട് വന്നു. ഇനി മുതൽ ഒരു ഉഗ്രൻ പ്രഷർ കുക്കർ കിട്ടിയില്ലേ? തീർന്നില്ല, അതിന്റെ കൂടെ ഒരു ഡിജിറ്റൽ എയർ ഫ്രയർ. നാട്ടിലെ സ്ത്രീകളെല്ലാം കൈയടിക്കുന്നത് എന്താ അറിയോ? അവർക്ക് കിട്ടേണ്ട സമ്മാനമാണ് കൊണ്ടുപോയത്. എല്ലാരും വലിയൊരു കൈയടി കൊടുത്തേ. അപ്പൊ നിങ്ങളുടെ വിഷമം മാറിയില്ലേ? ഓഡിയൻസിനും കിട്ടിയില്ലേ അല്ലേ? അപ്പൊ ഇപ്പോ ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. റൗണ്ട് 3 ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടന്ന്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള റൗണ്ടാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് വിഷയം തിരഞ്ഞെടുക്കാം. ചോദ്യം ശരിയായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 45 സെക്കൻഡ് സമയം ഒരു ഗെയിം കളിക്കാനും, കളിച്ചതിന് ശേഷം എടുക്കേണ്ടത് ഒരു മിസ്റ്ററി ബോക്സ് ആണ്. 4 ബോക്സ് ഉണ്ടാവും. 2 പോസിറ്റീവ് ബോക്സ്, 2 നെഗറ്റീവ് ബോക്സ്. അത് ഈ മാസം അവസാനം ഞാൻ ദുബായിക്ക് പോകുന്നുണ്ട്. വരുന്നുണ്ടോ അങ്ങോട്ട്? എഡിറ്റോറിയൽ ചാനലുകാർ 5 ദിവസത്തെ പ്രോഗ്രാം എനിക്ക് അപ്പൊ തന്നിട്ടുണ്ട്. പിന്നെ അവരെ കൊണ്ടു നടന്ന് എല്ലായിടത്തും കൊണ്ടുപോക്കളയും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ കേട്ടോ. അത് നല്ലതാ, നല്ല പരിപാടിയാണ്. അപ്പൊ അവിടെ വരുന്നുണ്ട്. നമ്മുടെ അവിടോട്ട് വരണം. എന്റെ റേഡിയോ ഉണ്ട് അവിടെ. അവരോട് പറയാം. അവരടുത്ത് പറയുന്നു വേണ്ട, നമ്മളെ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. റെഡി? ചോദ്യം എന്നോട്ടാ. നിങ്ങളടുത്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ടോപ്പിക് ചൂസ് ചെയ്യേണ്ടതാണ് നിങ്ങളിപ്പോ. ടോപ്പിക് പ്ലീസ്. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. സാറെടുത്തോ? സാറല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് സാറെടുത്തോ? സാറല്ലേ പഠിപ്പിക്കലേ? സാറല്ലേ സാറ്? കായികം. കായികം. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇന്ത്യക്ക് വേണ്ടി T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ബൗളർ ആരാണ്? പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പൊ IPL കളിക്കുന്നത്. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട IPL ടീം ഏതാ? റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. എല്ലാവരും RCB ഫാൻസ് ആവുന്ന എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. വിരാട് കോഹ്ലിയുടെ ഫാൻ. അതാണ്. ഞാൻ മുംബൈ ഇന്ത്യൻസ്. ഒരു പേസ് ബൗളർ ആണ്. അവിടെ ഏതാ ടീം? മുംബൈ. അല്ല, ആൻസർ അറിയാം. ആൻസർ അറിയാം, പക്ഷെ പാസ് ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ നോക്കാം. പഞ്ചാബിയാണ് അദ്ദേഹം. എന്തായിരുന്നു ഉത്തരം മനസ്സിൽ കിടന്നേ? ചഹലാണോ? അല്ല അല്ല. താങ്ക് യു. അറിയോ ആർക്കെങ്കിലും ഉത്തരം? ആർക്കും ഉത്തരം അറിയില്ല. ഹർഷ്ദീപ് സിംഗ് ആണ്. ആർക്കും അറിഞ്ഞൂടായിരുന്നു ഉത്തരം. ഹർഷ്ദീപ് സിംഗ് ആണ്. നമ്മുടെ ചാൻസ് കഴിഞ്ഞു. ഇപ്പുറത്തോട്ട് പോവാണ്. ടോപ്പിക്: കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, ആനുകാലികം, സാഹിത്യം. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ എടുക്കുക. ഓക്കെ.